ആ കുട്ടിയെ ചങ്ങാടത്തിലാക്കി ഒരു നദിയിൽ ഒഴുക്കാം, എവിടെയെങ്കിലും പോയി തുലയട്ടെ, വിക്രമാദിത്യൻ പറഞ്ഞു. ആ, അത് മതി പ്രഭു. ഇന്ന് തന്നെ ഇതിനു വേണ്ട ഏർപ്പാടൊക്കെ ചെയ്യണേ. രാജ്യത്തിന്റെയും അങ്ങയുടെയും രക്ഷയ്ക്ക് ഇത് വളരെ അത്യാവശ്യമാണ്, വരരുചി പറഞ്ഞു. ശരി വരരുചി. സ്വന്തം സുഖത്തിനു വേണ്ടി മനുഷ്യൻ പാപം ചെയ്യുന്നു, അധർമ്മത്തിന് ധർമ്മത്തിന്റെ മൂടുപടം നൽകുന്നു. ആ പറയക്കുടലിൽ നിന്നും ഒരു പെറ്റമ്മയുടെ കരച്ചിൽ കേൾക്കുന്നില്ലേ? വിക്രമാദിത്യ മഹാരാജാവിന്റെ കൽപ്പന പ്രകാരം കുഞ്ഞിനെ നദിയിലൊഴുക്കി. കത്തുന്ന പന്തത്തിൽ നിന്നും എണ്ണ ചെറിയ തുള്ളികളായി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. വരരുചി ആ രംഗം നേരിൽ തന്നെ പോയി കണ്ടു. അകന്നകന്നു പോകുന്ന ചങ്ങാടവും അതിലെ തീപ്പന്തവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു. കുഞ്ഞിന്റെ ഉറക്കെയുള്ള കരച്ചിൽ ചങ്ങാടത്തിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. അവസാനം ആ ഒരു പന്തം ഒരു ബിന്ദുവായി മാറി അങ്ങകലെ. വരരുചി സ്വയം പറഞ്ഞു.